നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. 3 പതിറ്റാണ്ട് കാലം തെന്നിന്ത്യൻ സിനിമയിൽ നിറഞ്ഞു നിന്ന ദമ്പതികളെയാണ് ഇന്ന് JB ജംഗ്ഷനിൽ അതിഥികളായി കൊണ്ടുവരുന്നത്. മറ്റാരുമല്ല, ഒരുപാട് അഭിനയ മുഹൂർത്തങ്ങളും ഗാനമുഹൂർത്തങ്ങളും പ്രദാനം ചെയ്ത കൃഷ്ണചന്ദ്രനും ഭാര്യ വനിതയും. ഇരുവരെയും നമുക്ക് JB ജംഗ്ഷനിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യും. കൃഷ്ണചന്ദ്രൻ, ഒരുപാട് കാലമായി നിങ്ങൾ രണ്ടുപേരെ ഒരുമിച്ച് JB ജംഗ്ഷനിൽ അതിഥികളായി കൊണ്ടുവരണം ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു. രണ്ടുപേർക്കും സവിശേഷമായിട്ടുള്ള സിദ്ധികളുണ്ട്. നിങ്ങളിവിടെ അതിഥികളായി വരാനുള്ള കാരണങ്ങളുമുണ്ട്. എന്തുകൊണ്ട് വൈകിപ്പോയെന്ന് മാത്രമാണ്. പുലിമടയിൽ തലയിട്ട് കൊടുക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഇത്രയും കാലം വരാതിരുന്നതാ. ഞാൻ വളരെ സാധാരണ എന്നുള്ള കാര്യം കൃഷ്ണചന്ദ്രൻ അറിയാലോ. ഇനിയിപ്പോ നിവൃത്തിയില്ല. ഇതാണ് തെറ്റിദ്ധാരണ എന്ന് പറയുന്നത്. അത് ഞാൻ പലപ്പോഴും പല എപ്പിസോഡുകളും കാണാൻ വരുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട്. ഓരോരുത്തർ വന്നതിന് അവസാനം കഴിഞ്ഞു പോകാറാവുമ്പോ ശരിയാണ് ഞങ്ങൾ വളരെ പേടിച്ചിട്ടാണ് വന്നതെന്നൊക്കെ പറയുന്ന പലരും കേട്ടു ഞാൻ ചില എപ്പിസോഡിൽ. അതാണ് പറയുന്നത്. അതായത് വെറുതെ ആൾക്കാർ അതൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാക്കുക തെറ്റിദ്ധാരണയാണ്. പലപ്പോഴും നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന പോലെ അല്ല. ലുക്സ് ആർ ഡിസെപ്റ്റീവ് എന്ന് പറഞ്ഞ പോലെയാണ് പലപ്പോഴും. ഇപ്പൊ കൃഷ്ണചന്ദ്രൻ തന്നെ സിനിമാ ലോകത്തെയും ഗായക ലോകത്തെയും മറ്റ് കലാരംഗത്തെയും ഒക്കെ അല്പം മാറി നിന്ന് കണ്ടതുപോലെ അല്ലല്ലോ ഉള്ളി കണ്ടപ്പോൾ. അങ്ങനെയല്ല. ഞാനിപ്പോ പണ്ട് കോളേജ് പഠിക്കുമ്പോഴും സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ നമ്മൾ സിനിമ എന്നുള്ളതൊരു എന്താണ് പറയാ, ഒരു വലിയ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു മിസ്റ്റിക് ആയിട്ടുള്ള സംഭവമായിരുന്നു. പ്രത്യേകിച്ച് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഷൂട്ടിംഗ്, മറ്റേ നസീർ സാറിന്റെ ഷൂട്ടിംഗ് ഒക്കെ വരും. അപ്പോൾ അത് കാണാനൊക്കെ ഞങ്ങൾ ക്ലാസ് കട്ട് ചെയ്തൊക്കെ പോകുന്ന ഒരു ഓർമ്മകളുണ്ട്. ഞാൻ നിലമ്പൂരാണ്, എൻ്റെ നാട് നിലമ്പൂരാണ്. അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് നസീർ സാറിന്റെ ദുർഗ എന്നുള്ള സിനിമ, ഉദയയുടെ സിനിമ. അതിൽ ഷൂട്ടിംഗ് കാണാൻ ഞങ്ങൾ പോയത്. അപ്പോൾ നമ്മൾ സ്വപ്ന ലോകത്തിലാണ്. നമ്മൾ നസീർ സാറിനെ ഒന്ന് തൊടുക. അന്ന് വിൻസെന്റ് എന്ന് പറഞ്ഞ പഴയ നടനുണ്ട്. അവർ രണ്ടുപേരും കൂടിയുള്ള രംഗം മാത്രമല്ല, ഷീലയിലും തുടർന്ന് ആഗ്രഹിച്ചത്. ചില കാര്യങ്ങൾ ഞാൻ ചോദിക്കുന്ന വനിത കേൾക്കുകയില്ല, കൃഷ്ണചന്ദ്രൻ പറയുന്ന കേൾക്കാൻ പാടില്ല. വനിത കേട്ടോട്ടെ, കേട്ട് മതിയായി. ഇനി എന്ത് കേട്ടാലും കുഴപ്പമില്ല. അതെ, ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞു. ഇനിയിപ്പോ സാച്ചുറേഷൻ പോയിന്റ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒന്നും സംഭവിക്കാനില്ല. വനിത നടത്തി കൃഷ്ണചന്ദ്രൻ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. എന്താ കാരണം വെച്ചാൽ പലപ്പോഴും പല ആൾക്കാരും JB ജംഗ്ഷനിൽ ഒരുമിച്ച് വരുമ്പോഴാണ് ഇയാൾ എങ്ങനെയായിരുന്നോ എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. ഒന്ന് കേട്ടോ. ഹായ് ഏട്ടാ. പിന്നെ ഞാൻ ഒരിക്കലും ചേച്ചിന്നോ ഏടത്തിയമ്മ എന്നോ വിളിക്കാത്ത എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി വനിത. ഹായ്. എന്നെ തീരെ എക്സ്പെക്ട് ചെയ്തില്ല അല്ലേ? ഇന്നും എന്നും ഏട്ടൻ്റെ ഏറ്റവും വലിയ ഫാൻ ഞാനാണെന്നാണ് എൻ്റെ വിശ്വാസം. കുട്ടിക്കാലത്ത് ഏട്ടൻ്റെ ഏറ്റവും വലിയ മോഹം എന്തായിരുന്നു അറിയോ? തിയേറ്ററിൽ ടിക്കറ്റ് മുറിക്കുന്ന ആളാവണം എന്ന്. എന്നാൽ എല്ലാം മാറി മാറി വരുന്ന എല്ലാ സിനിമയും കാണാലോ. അതായിരുന്നു ഏറ്റവും വലിയ മോഹം. ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ. കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞത്. ഇദ്ദേഹത്തിന്റെ അറിയാത്ത ഒരുപാട് മുഖങ്ങൾ ഞാൻ ഇവിടെ അഴിച്ചിടുമെന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഏക ആഗ്രഹം ടിക്കറ്റ് വിൽക്കുന്ന ഒരാളാകണമെന്നുള്ളതായിരുന്നു. പിന്നെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത് ഉത്സവപ്പറമ്പില് വളക്കച്ചവടം നടന്ന ആളാണെന്നാണ്. അങ്ങനെ സംഭവം. എന്റെ രണ്ടാമത്തെ ആഗ്രഹം സത്യത്തില് ഒരു ടാക്സി ഡ്രൈവർ ആണ്. വള ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ വേണ്ടി. അതെന്നോട് കൃഷ്ണചന്ദ്രന്റെ സിസ്റ്റർ പറഞ്ഞു, ഞാൻ പറയുന്നില്ല, ബ്രിട്ടാസ് ഒക്കെ പറഞ്ഞേക്കണം എന്നെ കൊണ്ട് പറയിപ്പിച്ചാണ്. ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഒറ്റയ്ക്കാണെങ്കിൽ സത്യം പറഞ്ഞിട്ടുണ്ടാവും. ശരി, ഇനി അങ്ങനെയാണെങ്കിൽ അത് ഞാൻ എല്ലാം സമ്മതിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അത് കാരണം ഓക്കെ. അല്ല, ഇത് നമ്മുടെ ജീവിതത്തിൽ ഓരോ കടമ്പകളാണ്, ഘട്ടങ്ങളാണ്. ഇപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലത്, പിന്നെ ഈ സായിപ്പ് പറയാറുണ്ട്, ഒരു പ്രത്യേക സ്റ്റേജ് കഴിയുമ്പോൾ പിന്നെ നമ്മൾ നുണ പറയും ചെയ്യേണ്ട കാര്യമില്ല. ഇത് സ്റ്റേജ് ഈസ് ഓവർ. ഉദാഹരണം പറഞ്ഞാൽ വനിതയെ പ്രണയിച്ച് കിടക്കുന്ന സമയത്താണെങ്കിൽ ഇതിങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ വളക്കച്ചവടം നടത്താനായിരുന്നു ഇയാളുടെ പരിപാടി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആ സമയത്ത് നമ്മൾ കുറച്ചും കൂടി വളരെ സ്ട്രിക്റ്റ് ആണ്. പിന്നെ കുറച്ച് അഭിനയമൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾ. അങ്ങനെയായിരുന്നു കൃഷ്ണചന്ദ്രൻ. എല്ലാം തുറന്നു പറയും നമ്മൾ തമ്മിൽ. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ സ്നേഹം. പ്രേമിക്കുമ്പോൾ തന്നെ ഈ ഞങ്ങളുടെ നെഗറ്റീവ് മുഴുവനാണ് പുറത്തേക്ക് വന്നത്. ഓ ശരി. പോസിറ്റീവ് കാണിക്കും, പക്ഷെ റിയൽ ആയിട്ടുള്ള ക്യാരക്ടറാണ് പുറത്തേക്ക് വന്നത്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് കല്യാണം കഴിക്കാം,
അല്ലെങ്കിൽ വേണ്ടാന്നുള്ള രീതിയിലാണ് നമ്മൾ തുടക്കം തന്നെ എല്ലാം കൃഷ്ണേന്ദ്രൻ ചീത്ത പറയാനുള്ളതൊക്കെ ചീത്ത പറയും, ഭയങ്കര ആധുനികതയിലേക്കാണ്. ചീത്ത പറയാനുള്ളതൊക്കെ മുഴുവൻ അന്നേ ചീത്ത കിട്ടിക്കഴിഞ്ഞു. ഞാൻ അങ്ങോട്ട് പറഞ്ഞു. പക്ഷെ നമുക്ക് വേണ്ടാന്ന് വിചാരിക്കുമ്പോൾ നമ്മളെ കൊണ്ട് പറ്റാണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളുടെ സ്നേഹം അങ്ങനെയായിരുന്നു. അപ്പോൾ എനിക്ക് ഒരു ദിവസം കണ്ടില്ലെങ്കിലോ വിളിച്ചില്ലെങ്കിൽ, അപ്പോഴൊന്നും മൊബൈൽ ഫോണില്ല, നമ്മൾ ലാൻഡ് ലൈനിൽ വിളിക്കണം. വിളിക്കുന്ന സമയത്തൊക്കെ കൃഷ്ണേന്ദ്രനെ കണ്ടില്ലെങ്കിലോ സംസാരിച്ചില്ലെങ്കിലോ വിഷമായിരുന്നു. അതാണ് ശരിക്കുള്ള സ്നേഹമായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. എനിക്ക് അല്ല, ഞങ്ങൾ ശരിക്കും കല്യാണത്തിന്റെ ഞങ്ങൾ 82-ൽ കണ്ടിട്ട് 86-ലാണ് ഞങ്ങൾ കല്യാണം. ഒരാൾ നിന്റെ ഇടയ്ക്ക് നിങ്ങളുടെ അടുത്ത് എന്തോ സംസാരിക്കണം പറഞ്ഞ് ഇങ്ങനെ വെമ്പിതിപ്പുണ്ട്. വരട്ടെ. ഹായ് കൃഷ്ണേന്ദ്രൻ, വനിത. നിങ്ങളൊരു വലിയ ലവ് സ്റ്റോറിയാണല്ലോ. ഇതിൽ ആദ്യം പ്രേമം പറഞ്ഞത് വനിതയാണോ കൃഷ്ണചന്ദ്രനാണോ? ആൻഡ് ഈ ഫീൽഡിൽ ആദ്യം അറിഞ്ഞത് അതാരാണ്? ഇത് ഈ ചോദ്യം പലരും ചോദിച്ചിട്ടുണ്ട്. എനിക്ക് സത്യത്തിൽ ഞാൻ കള്ളത്തരം പറയല്ല, അത് ആരാണ് ആദ്യം പറഞ്ഞതെന്നുള്ളത് എനിക്ക് ഇതുവരെ രണ്ടുപേരും വാചാലമായി പറഞ്ഞുകൊണ്ടേയിരുന്നു. പലപ്പോഴും രണ്ടുപേരും കാര്യം മനസ്സിലായി അല്ലേ? അത്രേ ഉള്ളൂ. അതാണ് അതിന്റെ സംഭവം. ഈ നാടെന്നുള്ള പടത്തിന്റെ ഷൂട്ടിംഗ് സമയത്താണ് ഞങ്ങൾ ആദ്യമായിട്ട് ഒരുമിച്ച് അഭിനയിക്കുന്നതും കാണുന്നതും ഒക്കെ. ശശിയേട്ടൻ്റെ ഐ വി ശശിയുടെ. ആ സമയത്താണ് അത്. ഇപ്പൊ ആരാണ് ആദ്യം പറഞ്ഞത് എനിക്ക് സത്യമായിട്ട് ഓർമ്മയില്ല. അന്നൊരു തട്ടുപൊളിപ്പും പാട്ടൊക്കെ ആയിട്ടായിരുന്നു വന്നിരുന്നത് അല്ലേ? പാട്ടോ? പാട്ടുണ്ടായിരുന്നില്ലേ അത്? അല്ല ശശി, ആ പാട്ടില് ആ പടത്തില് ഞാനൊരു പാട്ട് പാടിയിരുന്നു. മറ്റേ തട്ടടി ശോശാമ്മ പറഞ്ഞിട്ട് ഒരു തമാശ പാട്ട്, ഒരു ബാസ്കറ്റ് ബോൾ കളിക്കുന്ന പെൺകുട്ടികളുടേതായിട്ടുള്ള ഒരു പാട്ട്. ഞാൻ ഓർമ്മയുണ്ട് കൃഷ്ണേന്ദ്രൻ. അതൊരു മറ്റേ ശ്യാം സാറാണ് മ്യൂസിക് എങ്കിൽ അതൊരു ബോണി എമ്മിന്റെയോ അബ്ബയുടെയോ മറ്റേ ഒരു ഇംഗ്ലീഷ് മ്യൂസിക്കിനെ ഇമിറ്റേറ്റ് ചെയ്തിട്ട് മറ്റേ പിന്നെ ഡിസ്കോ ദിവാനി എന്ന് പറഞ്ഞൊരു പാട്ട് വന്നിരുന്നില്ലേ പണ്ട് നസിയ ഹസന്റെ? അതിനൊക്കെ അനുകരിച്ചുകൊണ്ട് തട്ടടി ശോശാമ്മേ എന്ന് പറഞ്ഞൊരു സാധനമായിരുന്നു. തട്ടടി ശോശാമ്മേ ഡയലോഗായിരുന്നു ആ പാട്ടിൽ, അധികം പാട്ടല്ല സത്യത്തില്. അങ്ങനെ ഒരു പാട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ നമ്മുടെ കോമ്പിനേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല അതിൽ. പാട്ട് ലവ് സീനായിട്ട് ലവ് സോങ് ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല എന്തായാലും. അത് കൃഷ്ണേന്ദ്രൻ ഇവിടെ പറഞ്ഞായിട്ട് എന്നോട് ഒരാൾ പറഞ്ഞു. അതായത് ആ സിനിമ മൊത്തം എനിക്കൊരു നഷ്ടക്കച്ചവടമായിരുന്നു. എന്നുവെച്ചാല് എനിക്ക് അത്ര തൃപ്തിയായില്ല. ഈ തല്ലിപ്പുള്ളി പാട്ട് തട്ടുപൊട്ട് പാട്ടൊക്കെ ആയിരുന്നു പാട്ട്. പക്ഷേങ്കില് എനിക്ക് ജീവിതത്തിൽ എനിക്ക് വലിയൊരു മുതല് ഞാൻ പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷെ അങ്ങനെയല്ല, ആ പടം നടന്നില്ലെങ്കിൽ രക്ഷപ്പെട്ടു പോയാലേ. കാരണം എന്റെ ഒരു പറയുന്ന രീതി വെച്ചിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവാൻ വഴിയുള്ളൂ. അല്ലാതെ ഞാൻ ഈ വനിത ഉള്ളത് കൊണ്ടും ഞാൻ ഒരു മാന്യായത് കൊണ്ട് എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അല്ല, അങ്ങനെ പറയുകയാണെങ്കിൽ ശരിക്കും ആ പടത്തിൽ ആ ക്യാരക്ടർ ആദ്യം അഭിനയിക്കേണ്ടിരുന്നത് വനിതയല്ല. അത് പലർക്കും അറിയില്ല. ഭയങ്കര നിമിത്തങ്ങളാണ്. ആ സത്യത്തിൽ ആ പടത്തിലെ വിജയശാന്തി എന്നുള്ള തെലുങ്കിലെ വളരെ പ്രശസ്തയായ നടിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ കൃഷ്ണേന്ദ്രന്റെ ഷേപ്പും അറിയാം. ഇടി കിട്ടിയിട്ടില്ല. അതെ, അവര് ഭയങ്കര ആക്ഷൻ. അവരുടെ എന്തോ ഒരു ഡേറ്റിന്റെ പ്രശ്നം വന്നു. അങ്ങനെയാണ് പിന്നെ അവസാനം വനിതയുടെ അടുത്ത് എത്തുന്നത് ആ ക്യാരക്ടർ. സത്യത്തിൽ അങ്ങനെയാണ് ഞങ്ങൾ ഒരുമിച്ച് അഭിനയിക്കുന്നത്. ആകസ്മികമായിട്ടുള്ള കാര്യങ്ങൾ അല്ലേ? എല്ലാം. ഇപ്പൊ ഞാൻ നിങ്ങളുടെ ലൈഫ് നോക്കുകയാണ്. ഒരാള് നിലമ്പൂര് വനിതയുടെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടെസ്റ്ററാണ്, ലൈഫിൻ്റെ പശ്ചാത്തലമാണ്. ഒരിക്കലും നിങ്ങൾ മുമ്പിൽ കണ്ടുമുട്ടേണ്ടതായിട്ടുള്ള കാരണങ്ങളൊന്നും ഇല്ല ആക്ച്വലി. പക്ഷേ ആകസ്മികമായിട്ട് ലൈഫിൽ കണ്ടുമുട്ടി. കൃഷ്ണേന്ദ്രൻ ഇത് നിങ്ങളൊരു വലിയൊരു വിശ്വാസിയാണെന്ന് എനിക്കറിയാം, അമ്മയുടെ ഭക്തനാണെന്ന് എനിക്കറിയാം. പക്ഷേ ഇത് ആരോ പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലുള്ള ഒരുപാട് പൊരുളുകളില്ലാത്ത അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരുപാട് നിമിത്തങ്ങളുണ്ട്. താങ്കളുടെ ജീവിതത്തെ സൃഷ്ടിച്ചത് എനിക്ക് തോന്നുന്നു ഇതുപോലുള്ള ഒരുപാട് നിമിത്തങ്ങളുടെ ചെങ്ങലക്കണ്ണികളാണ്. അത് തിരിഞ്ഞു നോക്കുമ്പോൾ കൃഷ്ണേന്ദ്രൻ നോക്കുന്നുണ്ടോ പഴയ രൂപത്തിൽ നിന്ന് ഇപ്പോഴത്തേക്കുള്ള ഒരു രൂപാന്തരം? എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും തോന്നിയിട്ടില്ല പഴയത് നിന്ന് ഇപ്പോഴത്തേക്കും. മുടി നരച്ചു എന്നുള്ളതല്ലാതെ അങ്ങനെ പ്രത്യേകിച്ച് നരപ്പിച്ചു വെച്ചിരിക്കുന്നില്ല അല്ലേ? സത്യമായിട്ട് ഞാൻ വിചാരിച്ചു നരയ്ക്കാതെ ഇത് വെറുതെ പക്വതയ്ക്ക് വേണ്ടിയിട്ടുണ്ടാക്കി വെച്ചാണ്. അല്ല, എനിക്ക് നര കുറെ ദിവസമായിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ കറുപ്പിച്ച് നടക്കാറ്. ആ കറുപ്പിക്കൽ വേണ്ടാന്ന് വെച്ചു. ഓക്കെ, അതാണ് അതിന്റെ ഒരു സംഭവം. അപ്പൊ അത് മോള് പറഞ്ഞോ ഇനി വേണ്ട? മോൾക്ക് ഇഷ്ടം ഇങ്ങനെ നടക്കുന്ന. മോള് പറയുന്നത് ഒരു കല്യാണപ്രായ മോളുടെ അച്ഛന് നരയൊക്കെ ആവാം എന്നുള്ളതാണ് മോളുടെ ഒരു മൂഡ്. അത് കാരണം മോള് ഞാൻ കറുപ്പിച്ച് നടക്കണമെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഓ, അങ്ങനെയാണത്. വനിതയുടെ അഭിപ്രായം എന്തായിരുന്നു? വനിതയ്ക്കും അതിൽ വലിയ വിരോധമൊന്നുമില്ല. കാരണം അതായിരിക്കും എന്തായാലും വലിയ വ്യത്യാസമൊന്നും അല്ല. നരപ്പിച്ച് നടക്കുകയാണ് കുറച്ചും കൂടി സേഫ് എന്നുള്ളതായിരിക്കും വനിത. അങ്ങനെ ആവാം. വരാളും കൂടി. കൃഷ്ണേന്ദ്രനും വനിതയും തമ്മിൽ പ്രണയബദ്ധരാകുന്നതിന് മുമ്പ് തന്നെ വനിതയും എൻ്റെ 2-3 സിനിമകളിൽ പ്രധാനപ്പെട്ട വേഷങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. അവർ രണ്ടുപേരും എന്നോട് അങ്ങേയറ്റത്തെ സഹകരണ മനോഭാവം കാണിച്ചിട്ടുള്ളവരാണ്. അപ്പോൾ രണ്ടുപേരോടും എനിക്കുള്ള മാനസികമായ അടുപ്പം കൊണ്ടാണ് ഞാൻ അവരുടെ വിവാഹത്തിന് മൂകാംബികയിൽ പോയത്. എനിക്ക് തോന്നുന്നു സിനിമയിൽ നിന്ന് തന്നെ അപൂർവ ചിത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
തമ്പി സാറ് നിങ്ങളുടെ ഈ മുഹൂർത്തങ്ങളൊക്കെ സാക്ഷിയായിട്ടുണ്ടായിരുന്നു. തമ്പി സാറിന്റെ പടത്തിൽ ഞങ്ങൾ ഒരുമിച്ചല്ല അഭിനയിച്ചിട്ടുള്ളത്. ഞാൻ അഭിനയിച്ചത് സെപ്പറേറ്റ് ആയിട്ടാണ് സാറിന്റെ പടത്തിൽ. വനിത അഭിനയിച്ചിട്ടുള്ളതും വേറെ. വനിത തമ്പി സാറിന് അറിയാം ഞങ്ങൾ തമ്മിൽ ഇഷ്ടമാണെന്നുള്ള. പുള്ളി അത് അങ്ങനെയൊന്നും പുറത്തേക്ക് കാണിക്കൊന്നുമില്ല. സാറ് ചോദിച്ചിട്ടൊന്നുമില്ല. സാറിനെ ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തിരുന്നു കല്യാണത്തിന്. പക്ഷെ മൂകാംബിയിലാണ് കല്യാണം വെച്ചത്. അപ്പൊ ഇത്രയും ദൂരമുണ്ട്. അതാണ് വളരെ അപൂർവം ആ കല്യാണത്തിന് അറ്റൻഡ് ചെയ്ത സിനിമക്കാരിൽ ഒരാളാണ് തമ്പി സാറ്. അത് നമ്മൾ തീരെ പ്രതീക്ഷിച്ചതല്ല. തമ്പി സാർ അവിടെ ചെല്ലുമ്പോഴാണ് ഞങ്ങൾ വളരെ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ മാത്രമാണ് അവിടെ പോയത്. ഇത്ര ദൂരമുണ്ട്. പിന്നെ ഇവരൊക്കെ തിരക്ക് പിടിച്ച ആൾക്കാർ. ഇവിടെ നമ്മൾ ഞങ്ങൾ ചെന്നൈയിൽ റിസപ്ഷൻ വെച്ചിരുന്നു. അപ്പൊ അതിനാണ് എല്ലാവരെയും വിളിച്ചത്. ഇത് അവിടെ പോയിട്ട് താലി കെട്ടിയിട്ട് വരുന്നു എന്നുള്ളതാണ് സംഭവം. അപ്പൊ പക്ഷെ തമ്പി സാറിനെ അവിടെ കണ്ടപ്പോൾ ഞങ്ങൾ, പ്രത്യേകിച്ചും തമ്പി സാറിന്റെ സ്റ്റേച്ചറിലുള്ള ഒരാളെ നമ്മൾ അവിടെ കണ്ടപ്പോൾ നമ്മൾ ശരിക്കും അത് അന്തം വിട്ടുപോയി എന്നുള്ളതാണ്. ആ ഒരു അടുപ്പം, സാറിന് ആ ഒരു സ്നേഹം ഇപ്പോഴും നമ്മളോട് ആ ഒരു സാറിന് വേറൊരു രീതിയിൽ പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണ്. അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളുണ്ടല്ലോ, സാറ് പെട്ടെന്ന് എല്ലാം തുറന്നു പറയുന്നത്. പക്ഷെ എന്താണെന്നറിയില്ല, ഞങ്ങളുടെ അടുത്ത് വളരെ സ്നേഹമാണ് സാറിന്. കൃഷ്ണേന്ദ്രന്റെ അടുത്ത് ആർക്കും പടങ്ങാൻ പറ്റില്ലെന്ന ആൾക്കാർ പറയുന്നത്. എന്നാൽ വളരെ സ്വീറ്റ് ആണെന്ന് പറയുന്നത്. വീട്ടിലൊഴിച്ച് താങ്ക് യു അതൊക്കെ കൊറേ കണ്ടതാണ്. ദേഷ്യമൊക്കെ ഇപ്പൊ ദേഷ്യപ്പെട്ടില്ലെങ്കിലാണ് അതിശയം. ദേഷ്യപ്പെടാതിരിക്കുമ്പോഴാണ് ആള് മാറിപ്പോയോ എന്നുള്ളത്. കൃഷ്ണേന്ദ്രൻ, ഞാൻ ഇതൊക്കെ ആരോ പറഞ്ഞ പല ഇന്റർവ്യൂകളിലും പലരും ഞാൻ തന്നെ ചോദിച്ചും അടുത്താണെന്ന് വിചാരിക്കുമെങ്കിൽ പോലും എനിക്ക് കൃഷ്ണേന്ദ്രനെ കാണുമ്പോൾ ചോദിക്കണം എന്ന് തോന്നിയൊരു സംഭവം. വനിത വളരെ വേറെ ഒരു കൾച്ചർ എന്നുള്ളൊരു കുട്ടിയാണ്. അപ്പം സിനിമയിൽ വന്നു എന്നുള്ളതാണ്. പക്ഷേ എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പം ഈ സിനിമാ ലോകത്തു നിന്ന് ഒരാളെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് ആനയിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാകേണ്ട ഒരുപാട് ആശങ്കകളുണ്ടാകും. സ്വാഭാവികമായിട്ട് നമ്മളെല്ലാം ഒരു കൺസർവേറ്റീവായിട്ടുള്ള അതൊക്കെ ഉണ്ടായിരുന്നു. അതെയോ വനിതയുടെ ആ നിഷ്കളങ്കമായ മുഖത്ത് കളങ്കമായ മുഖമാണോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് അങ്ങനത്തെ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങൾ 82-ല് പരിചയപ്പെട്ട് 86-ല് കല്യാണം കഴിക്കുന്നതിനുള്ളിൽ ഞങ്ങൾ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഞങ്ങൾ പിരിയാമെന്ന് തീരുമാനിച്ചവരാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഇടയ്ക്ക്, പ്രണയത്തിന്റെ ഘട്ടത്തിൽ. 82-ല് ഞങ്ങൾ കണ്ട് ഞങ്ങൾ തമ്മിൽ ഇഷ്ടപ്പെട്ടു. ഇപ്പൊ ഓരോ മാഗസിൻസിലൊക്കെ വരാൻ തുടങ്ങി. മറ്റേ ആ സമയത്ത് ഗോസിപ്പ് കോളങ്ങളിലൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങി. ഞങ്ങൾ രണ്ടുപേരും ഷൂട്ടിങ്ങിനിടയിൽ മിസ്സിംഗ് ആവുന്നു. നോക്കുമ്പോൾ വിജയ ഗാർഡനിൽ ഒരു മരത്തിന്റെ താഴത്ത് രണ്ടുപേരും ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കുന്നു എന്നൊക്കെയുള്ള ചില ഗോസിപ്പുകൾ ആ സമയത്ത്. മരം ചുറ്റിക്കഴിഞ്ഞു, അടുത്ത മരം ചുറ്റാൻ പോകുന്നു, ഇങ്ങനെയൊക്കെയുള്ള. അപ്പോ അങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു 85 ഒക്കെയാണെന്ന് തോന്നുന്നു. 85 ഒക്കെ ആയപ്പോഴാണ്. അപ്പൊ വനിത ഭയങ്കര ബിസിയാണ് ആ സമയത്ത് തമിഴില്. പിന്നെ മലയാളത്തിലല്ല സത്യത്തിൽ. മലയാളത്തിൽ തമിഴില് കോമഡി ക്യാരക്ടേഴ്സ് ചെയ്തുകൊണ്ട് വൈജി മഹേന്ദ്രനുമായിട്ട് ഇങ്ങനെ ഇഷ്ടം പോലെ പടങ്ങൾ. നമ്മുടെ കൽപ്പനയുടെ ഒക്കെ ഒരു സ്റ്റേച്ചറിൽ അവിടെ കിടന്ന് തെളിയിക്കൊണ്ടിരിക്കും. അതെ, എൻ്റെ അടുത്ത് ഈ വൈജി മഹേന്ദ്രൻ എന്നുള്ള വളരെ പ്രശസ്തനായ, താങ്കൾക്ക് അറിയാമായിരിക്കുമല്ലോ, ആ വൈജി മഹേന്ദ്രൻ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ഇവളെ കല്യാണം കഴിച്ചില്ലായിരുന്നെങ്കിൽ, നീ കല്യാണം കഴിച്ചില്ല, അവള് സിനിമയിൽ പോയിരുന്നെങ്കിൽ നമുക്ക് മറ്റൊരു മനോരമയെ കിട്ടുമായിരുന്നു എന്നൊക്കെ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ആ സമയത്ത് വേഗം കല്യാണം കഴിച്ചാൽ നീ അവിടെ ഇവിടെ ഉള്ള ലൈനിലാണ്. നമ്മളിവനെ പ്രേമം തലക്കി പിടിച്ച് നടക്കുമായിരുന്നല്ലോ. അപ്പൊ എപ്പോഴാണ് നിങ്ങൾ വേണ്ടാന്ന് വെച്ചത്? അത് ആ സമയത്ത് ഇതുപോലെ തിരക്കായിട്ട് ഇവളിപ്പോ കാർത്തിക്, തമിഴിലെ കാർത്തിക്, സുരേഷ്, ഇങ്ങനെയുള്ള ഫേമസ് ആക്ടേഴ്സിന്റെ, മോഹൻ, ഇവരുടെ കൂടെയൊക്കെയുള്ള. അപ്പൊ നമ്മളിങ്ങനെ ഓരോ മാഗസിനൊക്കെ കാണുമ്പോൾ ഇവര് തമ്മിൽ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു സ്റ്റില്ല് കാണാം. മനസ്സിലായില്ലേ? അപ്പോഴേക്കും നമ്മുടെ പുരുഷ ഇപ്പോഴാണ് അതൊക്കെ അങ്ങനത്തെ വാക്കുകളൊക്കെ അന്നല്ല. അപ്പൊ നമുക്ക് സഹിക്കുന്നില്ല. അപ്പൊ ദേഷ്യം വരുന്നു. മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചീത്ത കിട്ടിയ ശരിയാണ് അല്ലേ? വാട്സപ്പ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇല്ലാതെ ഭാഗ്യം. എന്നിട്ട് അപ്പൊ തീരുമാനിച്ചു ഇങ്ങനെ തിരക്കുള്ള. അല്ല, ഞാനും വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള സംസാരിച്ചു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി തീരുമാനിക്കുന്നത് നമ്മൾ ഇനി സംസാരിക്കുന്നില്ല, നമ്മൾ ഇനി ബന്ധമില്ല, പിരിയാം. വിട്ടു ഞങ്ങൾ ഏകദേശം ഒരു മാസം, ഒന്നര മാസം ഞങ്ങൾ സംസാരിച്ചിട്ടില്ല, ഫോണിൽ സംസാരിച്ചിട്ടില്ല, എവിടെ ഞാനുള്ള സെറ്റുകളിൽ പോയിട്ടില്ല. മറ്റേ എനിക്ക് റെക്കോർഡിംഗ് ഉണ്ടെങ്കിൽ ഇപ്പൊ വിജയ ഗാർഡനിൽ എനിക്കൊരു പാട്ടുണ്ടെങ്കിൽ അപ്പുറത്തെ അവള് ഷൂട്ടിങ്ങിനുണ്ടാവും. ചിലപ്പോൾ പ്രഭു, വൈജി, ഇവരെ. അപ്പൊ ഞാൻ അവിടെ പോയിരിക്കും, ഇതൊന്ന് റെഡിയാ, ഓർക്കസ്ട്ര റെഡി ആവുന്നവരെ ഞാൻ അവിടെ പോയിരിക്കും. അങ്ങനത്തെ പരിപാടികളൊക്കെ നിർത്തി. എന്റെ അമ്മ അത് നോട്ട് ചെയ്യണ്ടേ, എന്തോ കുറച്ച് ദിവസമായിട്ട് കൃഷ്ണേന്ദ്രന്റെ വിളിയില്ല. സാധാരണ സന്തോഷമൊന്നുമില്ല. പക്ഷെ ഇത് നമ്മള് ഏകദേശം ഉറപ്പിച്ച മാതിരിയായിരുന്നു. പക്ഷെ എനിക്ക് 2 ചേച്ചിമാരുണ്ടായിരുന്നതുകൊണ്ട് അവരുടെയും കൂടി കഴിഞ്ഞിട്ട് എന്റെ കല്യാണം നടത്തുന്ന മാതിരിയായിരുന്നു പ്ലാൻ. അപ്പൊ ഇത് ഒരു അങ്ങനെയല്ല, പെട്ടെന്ന് ഒരു വിളിയില്ല, ഇതില്ല, എന്താ പ്രശ്നം എന്നൊക്കെ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, ഇങ്ങനെയാണ്, ഇനി ശരിയാവും തോന്നില്ല, ഇനി ഇത് മുമ്പോട്ട് പോയാൽ നമുക്ക് പ്രശ്നമാണ്. അപ്പൊ ഞാൻ മിണ്ടാണ്ടിരിക്കാം. അയ്യോ, അതൊന്നും ശരിയാവില്ല.
പറഞ്ഞിട്ട് അമ്മ പറഞ്ഞു അങ്ങനെ നമ്മൾ എന്താന്ന് വിളിച്ച് നമുക്ക് കൃഷ്ണേന്ദ്രനോട് സംസാരിക്കാം. പക്ഷെ എനിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ അങ്ങനെ ആയിട്ടും കൂടി ഉള്ളിൽ എനിക്ക് കൃഷ്ണേന്ദ്രനോട് സംസാരിക്കണം, നമുക്ക് ഇങ്ങനെ പറ്റില്ല എന്നുള്ളത് ഒരു മനസ്സിന്റെ അല്ല, അത് ഞാൻ അറിഞ്ഞില്ല. നമുക്ക് പറ്റുന്നില്ല അത് ഞാൻ എന്റെ അമ്മൂമ്മയുടെ സിസ്റ്ററുടെ വീട്ടിലാണ് താമസിക്കുന്നത് മദ്രാസിൽ ആ സമയത്ത്. അപ്പൊ അമ്മൂമ്മ ഇതുപോലെ അമ്മൂമ്മയുടെ ഫോണിൽ നിന്നാണ് ഞാൻ അവിടുത്തെ ലാൻഡ് ലൈനല്ലേ അപ്പൊ അമ്മൂമ്മ പറയും ഞാൻ അമ്മൂമ്മയുടെ വീട്ടിന്റെ മോൾ ഫസ്റ്റ് ഫ്ലോറിലാണ് ഞാൻ താമസിച്ചത്. അപ്പൊ കൃഷ്ണേന്ദ്ര വനിത വിളിക്കുന്നുണ്ടെന്ന് പറയും. അപ്പൊ ഞാൻ ഫോൺ എടുക്കും. ഇങ്ങനെയാണ് പതിവ്. അപ്പൊ അമ്മൂമ്മയും കാണുന്നുണ്ട് ഇത് കുറെ ദിവസമായിട്ട് ഫോൺ വിളിയില്ല. അങ്ങനെ ഈ അമ്മൂമ്മയും പിന്നെ വനിതയുടെ ഒരു സിസ്റ്ററുണ്ട് കോളേജിൽ പഠിച്ചിരുന്ന ആ സമയത്ത്, എത്തിരാജ് കോളേജിൽ പഠിച്ചിരുന്ന ഒരു സിസ്റ്ററും അമ്മയൊക്കെ കൂടിയാണ് ഞങ്ങളെ രണ്ടുപേരെയും കൂടി പിന്നെയും സംസാരിപ്പിക്കുന്നത്. അന്ന് വീട്ടിലേക്ക് വരാൻ പറഞ്ഞു, എന്താ ഏതാന്നൊക്കെ ചോദിച്ചു. പ്രശ്നം സോർട്ട് ഔട്ട് ആവുന്നു. എന്തായിരുന്നു കണ്ടീഷൻസ് ഒന്നുമില്ല, അതോടുകൂടി മതിയായി. അത് ഇനി ശരിയാവില്ല. ഇതിങ്ങനെ നമ്മള് ഇങ്ങനെ പിരിഞ്ഞിരിക്കുന്നത് മീൻസ് ഒരു സുഖം തോന്നുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ആ ഒന്നിച്ചിരുന്നപ്പോഴന്നെയായിരുന്നു ആ സന്തോഷം എന്നുള്ളൊരു തോന്നൽ ആ സമയത്തുണ്ടായി. അങ്ങനെ അത് സീരിയസ് ആയിട്ട് ആരുടെ വീട്ടിലേക്ക് പോയി? കൃഷ്ണേന്ദ്രൻ നമ്മുടെ വീട്ടിലേക്ക് തന്നെ വന്നോ? ഓ അല്ല അന്ന് പുറകെ പോയതാണ്. അല്ല അമ്മ വിളിച്ചിട്ട് അമ്മ പറഞ്ഞു എനിക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞു അച്ഛനും അമ്മയും. പിന്നെ വന്നിട്ട് എന്താ പ്രശ്നം ശരിക്കും ചോദിച്ചു. ഇതെന്താ ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്, ഇങ്ങനെ 1-1.5 മാസമായിട്ട് ഫോൺ വിളിയൊന്നുമില്ല എന്താന്ന് ചോദിച്ചിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി. ജീവിതം വേറെ അഭിനയം വേറെ, അതിങ്ങനെ മനസ്സിലാക്കിയിട്ട് ഇത് ചെയ്യണം. എന്തായാലും കല്യാണം കഴിഞ്ഞാൽ ഞാൻ അഭിനയിക്കാൻ പോകുന്നില്ല. എന്തായാലും എന്റെ അച്ഛൻ പറഞ്ഞു ഇങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് വെറുതെ അഭിനയിച്ച് ഇതാക്കണ്ട, ഫാമിലി ലൈഫ് കൊണ്ടുപോകാം. മാനസികമായിട്ടുള്ള ആ വികാരങ്ങള് അച്ഛൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അല്ല കൃഷ്ണേന്ദ്രനല്ല, കൃഷ്ണേന്ദ്രന്റെ മുമ്പ് എനിക്ക് ശരിക്കും ഒരു കൃഷ്ണേന്ദ്രനൊക്കെ കാണുന്ന മുമ്പ് അച്ഛന്റെ ഒരു ഇത് പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഒരു ഗവൺമെന്റ് ഓഫീസിൽ ജോലി എടുക്കുന്ന ഒരാളെ കല്യാണം അല്ല ഒരാളെ നോക്കി കല്യാണം കഴിപ്പിച്ച് വിടാന്നാണ് വിചാരിച്ചത്. എന്താ വെച്ചാൽ അച്ഛൻ കോഫി ബോർഡിലായിരുന്നു. അപ്പൊ അച്ഛൻ എന്താ വെച്ചാൽ അതാകുമ്പോ ഒരു സേഫ് അല്ലേ, ഇപ്പൊ കുട്ടികൾ കല്യാണം കഴിച്ച് ഇങ്ങനെ ഒരു പെൻഷനൊക്കെ ശമ്പളം. അപ്പൊ അതുകൊണ്ട് സിനിമ എന്നിട്ട് അഭിനയിക്കാം, പക്ഷെ സിനിമയിൽ തന്നെ എടുക്കുമ്പോൾ നമ്മൾ ജീവിതം എങ്ങനെ ഉണ്ടാവും എന്നുള്ള ഒരു പേടിയാണ്, ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞപ്പോൾ അച്ഛന് പ്രശ്നമില്ല. അപ്പൊ അച്ഛൻ പറഞ്ഞു എന്തായാലും കല്യാണം കഴിഞ്ഞാൽ 2 പേരും ഒരേ തൊഴിലാണ്, 2 പേരും ഇങ്ങനെ രാവിലെ ആയാൽ പോവാ രാത്രി വരെ, അത് ശരിയാവില്ല, നീ അഭിനയം നിർത്തി വീടൊക്കെ നോക്കി കൃഷ്ണേന്ദ്രൻ നോക്കിയിരുന്നു. കൃഷ്ണേന്ദ്രൻ വിഷമം ഉണ്ടായിരുന്നില്ല. അല്ല ഞാൻ എന്താ അറിയാം, ഞാൻ എല്ലാം എന്താ പറയാ എൻജോയ് ചെയ്യായിരുന്നു എൻ്റെ ലൈഫിൽ. എനിക്കൊന്നും അറിഞ്ഞിരുന്നില്ല കല്യാണം കഴിഞ്ഞ്. എനിക്ക് കുക്കിംഗ് അറിയില്ല. എന്ന് വെച്ചാൽ എൻ്റെ 13ാമത്തെ വയസ്സിലാണ് ഞാൻ അഭിനയിക്കാൻ പോയത്. അപ്പോൾ എനിക്ക് ഒന്നും അറിയില്ല വീട്ടിലത്തെ കാര്യങ്ങൾ എങ്ങനെ നോക്കാം, എല്ലാം ഞാൻ പഠിച്ച് ചെയ്യാറ്. അവിടെ ഈ സിനിമ എന്ന് പറഞ്ഞ ഒരു ഗ്ലാമറിന്റെ കാര്യം, ഇതൊക്കെ വിട്ടെറിഞ്ഞിട്ട് കല്യാണം കഴിച്ചെന്ന് വിചാരിച്ചിട്ട് ഈ കണവന്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ടെന്ന് വിചാരിച്ച് മാത്രം ഇതും ഈ ഗ്ലാമറിന്റെ ലോകം മുഴുവൻ അതും വലിയ പണിയൊന്നും ഇല്ലാതിരിക്കുന്ന ഒരാൾ അത് വലിയ എന്താവും ആർക്കും അറിയില്ല. ഒരാകെയുള്ള ഒരു SD ബൈക്ക് മാത്രമാണ്. അപ്പൊ ഒരു ആശങ്കയും വിഷമവും വിമിഷ്ടവും ഇപ്പോഴും അതില്ല. എന്താന്ന് വെച്ചാ ഇപ്പോഴത്തെ കാര്യമല്ല, അതല്ല ബോറടി എന്ന് പറയുന്ന സാധനം എനിക്കില്ല. ഞാൻ എപ്പോഴും ഒരു എൻഗേജ്ഡ് ആണ്. ഞാൻ ഞാനായിട്ട് എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് എൻഗേജ്ഡ് ആയിരുന്നു. ഞാൻ ഒന്നും കൂടെ ചോദിക്കാം, ഇന്നത്തെ സിനിമാ ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയം ഈ പറഞ്ഞ നടീനടന്മാരുടെ അടുത്ത് ഒരു നടി വിവാഹം കഴിക്കുന്നു, പിന്നീട് അവർ അഭിനയിക്കണം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തർക്കം. എല്ലാവരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രതിസന്ധിയാണ്. അപ്പൊ വനിത എന്ന് പറഞ്ഞ ഈ മാതൃക വനിതയ്ക്ക് അങ്ങനത്തെ യാതൊരു ദാർശനിക മാനസിക പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. കൃഷ്ണേന്ദ്ര ഒന്ന് ആത്മാർത്ഥമായിട്ട് കൈയടിച്ചു കൊടുക്കുക. ഞാൻ അഭിനയിക്കേണ്ട എന്നൊരു വാക്ക് ഞാൻ പറഞ്ഞില്ല. കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. പഠിച്ച കളറാണ്, അച്ഛനെ കൊണ്ട് പറയിപ്പിച്ചു. അച്ഛൻ എന്തായാലും പറഞ്ഞു എന്നുള്ളതാണ്, ഞാൻ പറയിപ്പിച്ചിട്ടില്ല. സത്യം വേറൊരാളോട് കെട്ടിപ്പിടിച്ചിരിക്കുന്നത് കണ്ടിട്ട് ഈ എടുത്തിയാടിയ ആളാണ്. പിന്നെയല്ലേ ഇനി കല്യാണം കഴിഞ്ഞിട്ട് സിനിമയിൽ അഭിനയിക്കാൻ മൂപ്പർ വീട്ടിലെ ആൾക്കാർ 100% ഉറപ്പായിരുന്നു. അതായിരിക്കാം ചിലപ്പോ മനസ്സിന്റെ ഉള്ളിൽ ചിലപ്പോ അത് തന്നെ ആയിരിക്കണം. അത് തന്നെയാണ് മോനെ, അതാണ് കറക്റ്റ്. വരട്ടെ നീ എന്നാല് ഒരാള് ഏതൊരു വീട്ടിലും ഉള്ള പോലെ നമ്മുടെ വീട്ടില് ഞങ്ങൾക്ക് അച്ഛനും അമ്മയും ഞാൻ സ്കൂളിൽ നിന്നൊക്കെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ ഡിസ്കഷൻ എന്നും സിനിമയെക്കുറിച്ച് മാത്രമായിരിക്കും. കാരണം അച്ഛൻ പാട്ട് പാടും, ഡബിങ്, സിനിമ, ആക്ടിങ് ആൻഡ് ഓൾ ഓഫ് ദാറ്റ്. ആക്ടിങ് പറയാൻ മാത്രം എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ മാത്രം എനിക്ക് പറയാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ ആൻഡ് അമ്മ ആക്ടിങ് ആണ്, ബീറ്റ് ഇൻ മലയാളം ഓർ തമിഴ്. സോ എൻ്റെ എൻറ്റയർ ചൈൽഡ്ഹുഡ് ആൻഡ് ഇപ്പോഴും ചില കഥകൾ ഒരു 100-200 തവണ കേട്ടിട്ടുണ്ടാവും. പക്ഷെ സ്വാഭാവികമായിട്ടും ചുറ്റിക്കറങ്ങി നമ്മുടെ
ടോപ്പിക്സ് അച്ഛൻ്റെ അമ്മയുടെയും എന്തെങ്കിലും ഒരു മെമ്മറി ആയിരിക്കും. എനിക്ക് ഈ കഥകളൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഈവൻ ദോ ഞാൻ സിനിമയുടെ ഒരു പാർട്ട് അല്ലെങ്കിലും, ഒരു ഡയറക്റ്റ് പാർട്ട് അല്ലെങ്കിലും, എനിക്ക് ഒരുപാട് സിനിമയായിട്ട് അടുപ്പം തോന്നുന്നത് ഇവരുടെ ഈ കഥകൾ കേട്ട് വളർന്നതുകൊണ്ടാണ്. സോ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് അച്ഛൻ്റെ അമ്മയുടെ എക്സ്പീരിയൻസസ് ഒക്കെ സിനിമയെ ഒരുപാട് സ്നേഹിക്കുന്ന വേറെ കുറേ പേർക്ക് വായിക്കാനും കേൾക്കാനും താല്പര്യം ഉണ്ടാവും. സോ ക്യാപ്ചർ ഇറ്റ്, റൈറ്റ് ഇറ്റ് ഡൗൺ എന്നൊക്കെ ഞാൻ പറയാറുണ്ട്. അച്ഛൻ എന്തെങ്കിലും മ്യൂസിക്കലി സ്റ്റുഡിയോയിൽ നടന്ന എന്തെങ്കിലും ഒരു മെമ്മറി, അല്ലെങ്കിൽ അമ്മയ്ക്ക് ഏതെങ്കിലും ഏറ്റവും സ്പെഷ്യൽ മെമ്മറി, അമ്മ സിംല സ്പെഷ്യൽ ഓർ കഴുകിൻ്റെ ഒക്കെ ഷൂട്ടിംഗ് ഡേയ്സിനെ കുറിച്ചൊക്കെ എന്തെങ്കിലും പറയൂ. ഐ എം ഷുവർ എവറിബഡി വിൽ എൻജോയ് ഇറ്റ്. മകള് ഭയങ്കരമായിട്ട് നിങ്ങൾ രണ്ടുപേരെയും അപ്രീഷിയേറ്റ് ചെയ്യാണ്. സാധാരണ മക്കൾക്ക് കുറച്ച് ക്രിറ്റിസിസം കൊണ്ടാണ്. പഴയ തന്നെ പറഞ്ഞു ബോറടിപ്പിക്കും. ഞങ്ങളുടെ പേരൻ അവളാണെന്ന് പറയാൻ വേണമെങ്കിൽ മുത്തശ്ശിയാണ് അവള് അല്ലേ? നിങ്ങളുടെ മുത്തശ്ശിയാണ്. അതെ, ഞങ്ങളുടെ മുത്തശ്ശിയാണ്. സത്യമായിട്ടും അവള് വരയ്ക്കുന്ന വരയിലൂടെ ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും പോണേ എന്ന് പറയാൻ വേണമെങ്കിൽ അത് എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്കിങ്ങനെ ഞങ്ങളൊരു ഫ്രണ്ട്സിനെ പോലെയാണ്. അപ്പം നമ്മളെല്ലാം ഷെയർ ചെയ്യും, എല്ലാ കഥകളും. അപ്പോൾ അവളുടെ ഈ കുട്ടിക്കാലം മുഴുവൻ ഞാൻ വീട്ടിലായിരുന്നു. അവൾ ഒരു 7th 8th സ്റ്റാൻഡേർഡ് ആകുമ്പോഴാണ് ഞാൻ തിരിച്ച് പിന്നെയും അഭിനയിക്കാൻ വരുന്നത്. അത്രയും കാലം ഒരു അമ്മയ്ക്ക് അമ്മയുടെ സ്നേഹം മുഴുവൻ മകൾ അതെ 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 അതെ. കൃഷ്ണേന്ദ്രൻ ഇടയ്ക്ക് കൃത്യമായിട്ട് വീട്ടിലൊക്കെ വരുമായിരുന്നു. അതൊന്നും ഒരു എന്തെങ്കിലും പ്രോഗ്രാംസ് പക്ഷെ മകളോട് വലിയൊരു അറ്റാച്ച്മെന്റ് ആയിരുന്നു. ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരുന്നു. അപ്പൊ ഞങ്ങളിങ്ങനെ പല കഥകൾ ഷൂട്ടിംഗ് സമയത്ത് നടന്നതൊക്കെ അവൾക്ക് ഡീപ്പായിട്ട് അതിന്റെ ഉള്ളിൽ പോയി. അപ്പൊ എപ്പോഴും ആ കഥയൊക്കെ പിന്നെയും പിന്നെയും ചോദിക്കും. കൃഷ്ണേന്ദ്രന്റെ റെക്കോർഡിംഗ് സമയത്ത് നടന്നതൊക്കെ ചോദിക്കും. നമ്മളത് ഈ ചിത്രം കൊണ്ട് പൂർത്തിയാക്കാണ്. ഒരാളും കൊണ്ട് വരട്ടെ. ഈ കുടുംബത്തിന്റെ ഒരു അംഗമാവണേന്റെ ഒരുപാട് വർഷം മുന്നേ തന്നെ എനിക്ക് അച്ഛനെ അമ്മയെ അറിയാം. ഒരുപാട് വർഷത്തെ പരിചയമുണ്ട്. പക്ഷേ കല്യാണത്തിന്റെ ഒരു 2-3 മാസത്തിന്റെ മുന്നേ ഞാനിവിടെ ഒരു എക്സ്റ്റെൻഡഡ് പീരിയഡ് ഇവരുടെ വീട്ടിൽ താമസിക്കുകയുണ്ടായി. ഒരു പ്രൊജക്റ്റിന്റെ ആവശ്യത്തിന് ഞാൻ തിരുവനന്തപുരത്ത് വന്നപ്പോൾ അന്നാണ് കുറച്ചും കൂടെ സമയം ഇവരുടെ സ്പെൻഡ് ചെയ്യണം, ഒരുപാട് നേരം സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ പൊതുവെ ഒരു ഇൻട്രോവേർട്ടാണ്. എന്നെക്കാട്ടിലും വലിയ ഇൻട്രോവേർട്ടാണ് ഇവർ രണ്ടുപേര്. പക്ഷേ സിനിമയുടെ എന്തെങ്കിലും കാര്യം, സിനിമ അല്ലെങ്കിൽ മ്യൂസിക്കിൻ്റെ അവരുടെ എക്സ്പീരിയൻസിനെ പറ്റിയിട്ട് എന്തെങ്കിലും കാര്യം അവർക്ക് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേ ടേൺ ഇൻ ടു കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് പീപ്പിൾ. അവരുടെ ആ നേച്ചർ അങ്ങനെ മാറും. അതിന് ഒരുപാട് എക്സ്പീരിയൻസ് അവർക്ക് വളരെ ലൈവ്ലി ആയിട്ട് ഇരുന്ന് ഒരുപാട് നേരം അവർ സംസാരിക്കാറുണ്ട്. സിനിമയെ പറ്റി ഇത്രയും പാഷനേറ്റ് ആയ രണ്ടാൾക്കാരോട് എനിക്ക് ചോദിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ആഫ്റ്റർ സിനിമ, ഒരു ലൈഫ് ആഫ്റ്റർ സിനിമ, അതിനെപ്പറ്റി എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ആൻഡ് ഇഫ് സോ വാട്ട് നെക്സ്റ്റ് എന്നുള്ളതിനെ പറ്റിയിട്ട് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഇത്ര ഒരു കാൽക്കുലേഷൻ ഒന്നും കൃഷ്ണേന്ദ്രൻ ജീവിതത്തിലുണ്ടോ? അല്ല, ഒന്നാമത്തെ കാര്യം നമ്മളിപ്പോ വാട്ട് നെക്സ്റ്റ് എന്നുള്ളൊരു കാര്യം ആലോചിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മള് ഗവൺമെന്റ് നിറഞ്ഞ ഇവരുമായിട്ട് ഞാൻ നിൽക്കുകയാണ്. അത്രേ ഉള്ളൂ. അത് നമ്മളെ ഒന്നാമത്തെ കാര്യം എനിക്ക് ഒന്നും കൂടി രതിനിർവേദം അഭിനയിക്കാനുള്ള ഇതിലാണ് മൂപ്പർ നിൽക്കണം. അന്നേരമാണ് ഞാൻ ശ്വേതാമേനോട് ചോദിച്ചാണ് നമുക്ക് ഇതിന്റെ ഒരു 3ാം പാർട്ട് എടുക്കുമ്പോൾ നമുക്ക് ഒരുമിച്ച് തട്ടിക്കളയാം. വനിത കേട്ടിരുന്നോ? അതൊരു ഇന്റർവ്യൂല് ലൈവായിട്ട് വന്നത്. അതല്ല, ഇതിപ്പോ എനിക്ക് തോന്നുന്നു ഞാൻ 17ാമത്തെ വയസ്സിലാണ് രതിനിർവേദം അഭിനയിക്കുന്നത്. അപ്പൊ ആ സമയത്ത് പിന്നെ അതല്ലാതെ വേറൊരു ജോലി ഞാൻ എടുത്തിട്ടില്ല. ഞാൻ സിനിമാ ഫീൽഡിൽ തന്നെയായിരുന്നു തുടക്കം മുതൽ. റിട്ടയർമെന്റ് ഉണ്ടോ? അതാണ് എനിക്ക് പുള്ളിയോട് പറയാനുള്ളത്. റിട്ടയർമെന്റ് ഉള്ള ഒരു ജോലിയാണ്. പ്രൊഫഷൻ എന്താണ്? KPMG വർക്ക് ചെയ്യാണ്. ഓക്കെ. യഥാർത്ഥ റിട്ടയർമെന്റ് ഒന്നും ഇല്ല. ഞങ്ങൾക്ക് ഇതില്ല. നമ്മള് റിട്ടയർ ആയിട്ട് തിരിച്ചു വന്നതാണ്. അതെ, സത്യമായിട്ടും. അതെ അതെ, ഫ്രഷ് അപ്പോയിന്റ്മെന്റ് വീണ്ടും കിട്ടി. അതെ, അല്ല നമ്മള് അങ്ങനെ ആലോചിക്കേണ്ട കാര്യമുണ്ട്. നമ്മള് കാണുന്നതും ഇങ്ങനത്തെ സ്റ്റുഡിയോ, എൻ്റെ 13ാമത്തെ വയസ്സിലാണ് ഞാൻ ഈ ഫീൽഡിൽ വരുന്നത്. അപ്പോൾ കാണുന്നതും കേൾക്കുന്നതും ഇങ്ങനത്തെ കഥകളാണ്. അപ്പോൾ ഇത് അല്ലാത്ത ഒരു ജീവിതം നിങ്ങൾ രണ്ടുപേർക്കും ഇല്ല അല്ലേ? ഇല്ല. ഇപ്പൊ അതിപ്പോ അവിടുന്ന് ഇങ്ങോട്ടുള്ള ഇപ്പൊ സിനിമയിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് കാര്യങ്ങൾ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത്രയും ബിസി ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കില്ല. പക്ഷേ എങ്കിൽ പോലും നമ്മൾ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. സിനിമ ലോകത്തിന്റെ ഭാഗമാണ് ഒരിക്കലും അല്ലേ? അത് നമ്മൾ ഏറ്റവും എൻജോയ് ചെയ്യാറുള്ളത് അമ്മ അസോസിയേഷന്റെ മീറ്റിങ്ങിന് വർഷത്തിൽ ഒരിക്കൽ പോകുന്ന ഒരു ദിവസമുണ്ട്. അത് എൻ്റെ മോളെപ്പോഴും പറയും, അന്നാണ് അച്ഛനെ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷമായിട്ട് കാണാറുള്ളത്. കാരണം അന്നിപ്പോ എല്ലാവരും നമുക്ക് മമ്മൂക്കയും മോഹൻലാലിനെയും എല്ലാവരും നമ്മൾ കാണും. അന്ന് അവിടെ വെച്ചിട്ട് എല്ലാവരെയും പഴയ ആ പരിചയം അത് ഒന്നും നമ്മൾ വേറൊന്നിനും നമുക്ക് മരുമനോട് പറയാം, ഒരു കാരണവശാലും റിട്ടയർമെന്റിനെ കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുന്നില്ല. അതിപ്പോ അവര് ഉദ്ദേശിക്കുന്നത് കല്യാണം കഴിഞ്ഞാൽ അവര് പുറത്ത് സെറ്റിൽ ചെയ്യാനുള്ള പരിപാടിയാണ്. അവരുടെ കൂടെ നിങ്ങൾ അത് വല്ലപ്പോഴൊക്കെ വരാം, അത്രയൊക്കെ ഉള്ളൂ. അല്ല
കുട്ടിയെ നോക്കാൻ വേണ്ടിട്ട് ഇത് സംഭവമാണ്. നായക്കുട്ടിയാവോ എന്നുള്ളതാണ്. അപ്പൊ ആ മോഹം അങ്ങ് മാറ്റി വെച്ചാൽ അതിനൊന്നും പിടികൊടുക്കുന്ന ആൾക്കാരല്ല ഇവര്. വരട്ടെ ഒരാളും കൂടി. രൂപം മധുരിത രൂപം, പ്രായം ഇളകിയ പ്രായം, രാഗം നീ താളം ഞാൻ. കൃഷ്ണൻ കൂടുതൽ ഡ്യുവറ്റ്സും എന്നോടൊപ്പം ആയിരിക്കും പാടിയിട്ടുള്ളത്. കാരണം ഏകദേശം 1 ഡസനിലധികം പാട്ടുകൾ നമ്മൾ രണ്ടും കൂടെ പാടിയിട്ടുണ്ട്. ഒരു നല്ല ഫാമിലി, വളരെ ശരിക്കും വളരെ നല്ലൊരു ഫാമിലിയാണ് കൃഷ്ണന്. എൻ്റെ വനിതയ്ക്കും ഞാൻ അതിന് എൻ്റെ സന്തോഷം അറിയിക്കുകയാണ്. ഏക മകളുടെ വിവാഹം ആർഭാടം ചുരുക്കി ഒരു നല്ല കാര്യത്തിന് വേണ്ടി വിനിയോഗിച്ചു എന്നുള്ള ആ കാര്യത്തിലാണ് എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനം അറിയിക്കുന്നത്. അതിനെക്കുറിച്ച് കൃഷ്ണൻ ഒന്ന് വിശദമായി പ്രേക്ഷകരോട് പറയണം. ഇതുമായി ബന്ധപ്പെട്ട ഒരാളും കൂടിയുണ്ട്. നമുക്ക് മൊത്തത്തിൽ നമുക്ക് കൈകാര്യം ചെയ്യാം. സാധാരണ ഒരു 5 രൂപ മുടക്കിയാൽ 50 പേരെങ്കിലും അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ മകളുടെ വിവാഹത്തിന് നമ്മുടെ ആർഭാടങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് കുറച്ച് തുക ക്യാൻസർ രോഗികൾക്ക് മാറ്റി വയ്ക്കണം എന്നുള്ള ചിന്ത വന്നിട്ടുണ്ടല്ലോ. അതാണ് എന്നെ ഏറ്റവും അധികം അത്ഭുതപ്പെടുത്തിയത്. അങ്ങനെ ഒരു ചിന്ത വരാനുള്ള കാരണം എനിക്കറിയാം, മോളും മരുമകനും തീർച്ചയായും ഒരു ഭാഗം തന്നെയായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു ചിന്ത വരാനുള്ള സാഹചര്യം എനിക്ക് ഒരു അത്ഭുതകരമായി തോന്നി. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ചിന്ത വരാനുള്ള കാരണം എന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. കൃഷ്ണേന്ദ്രൻ, വനിത, എനിക്കൊന്ന് രണ്ടുപേരും ചോദിക്കാൻ കാരണം, ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ പറഞ്ഞ ചെറിയ ഒരു ചടങ്ങ് പോലും വലിയ ആഘോഷത്തിൻ്റെ, തിമർപ്പിൻ്റെയും വലിയ പണച്ചെലവിൻ്റെയും ഒക്കെ ഒരു വലിയൊരു വഴിയാണ്. അപ്പോൾ ആ സമയത്ത് സ്വന്തം ഒരു മകളാണ്, അതും ആറ്റുനോറ്റ് കെട്ടിയ ഒരു മകളാണ്. ആ ചരിത്രമൊക്കെ എനിക്കറിയാം. അപ്പം അങ്ങനെ ഒരു കുട്ടിയുടെ ഒരു വിവാഹത്തിന് ഒരുപക്ഷെ അതിനൊരു സാമൂഹ്യ അല്ലെങ്കിൽ കുറച്ചും കൂടി ഔന്നത്യമുള്ള ഒരു ആതുരപരമായിട്ടുള്ള ഒരു പ്രതലമുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ കാണിച്ചു കൊടുത്തതിനെ കുറിച്ച് ഇതാണ് നമ്മൾ ശ്രദ്ധിക്കുന്ന. വേറെ ആൾക്കാർ ശ്രദ്ധിക്കുന്നില്ല. അത് രണ്ട് വളരെ പ്രധാനപ്പെട്ട ആൾക്കാർ നോട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങളത് ആരോടും പറഞ്ഞിട്ടില്ല. ഇതുവരെ ഒരു മാഗസിനിൽ പോലും, ഒരു പേപ്പറിൽ പോലും മോളുടെ കല്യാണ ഫോട്ടോ പോലും വന്നിട്ടില്ല. അതിന് ദേഷ്യമുള്ള പല സിനിമാ മാഗസിൻസിലൊന്നും നമ്മൾ ഈ ഫോട്ടോ കൊടുത്തില്ല എന്നുള്ളതിന്റെ അതെനിക്കൊരു സംശയം. എനിക്ക് തോന്നി എന്താ അറിയോ, കൃഷ്ണേന്ദ്രന് പ്രായമൊക്കെ ആയി എന്നുള്ള കാര്യം അറിയിക്കാതിരിക്കാൻ വേണ്ടിയുള്ള തട്ടിപ്പാകണേ യാതൊരു വഴിയില്ല. അല്ല, ഞാൻ പറയാറുണ്ട്, ഞാൻ സ്റ്റേജിൽ പാടുന്ന സമയത്ത് തന്നെ ഞാൻ ഓപ്പണായിട്ട് പറയാറുണ്ട് എനിക്ക് 56 വയസ്സ് കഴിഞ്ഞു എന്നുള്ള കാര്യം വളരെ ഓപ്പണായിട്ട് പറയാറുള്ളൂ. കാരണം ഞാൻ 18ാമത്തെ വയസ്സിൽ എന്റെ നിർവേദനം റിലീസായി. അപ്പൊ നിങ്ങളുടെ പടം ഞങ്ങൾ കാണിക്കുക. ഇതാ കണ്ടോ? അതെ, നിങ്ങൾ പുറത്തു വിടാത്തൊരു പടം ഞങ്ങൾ പുറത്തു വിടുക. ഒരു വിവാഹ, സമ്പൂർണ്ണ വിവാഹം. നവനീത്തിന്റെ അച്ഛനും അമ്മയാണ് പൂർണ്ണതയായി അവിടെ. അവര് സൗദി അറേബ്യയിലാണ്, ഒറ്റ മകനാണ്. അപ്പൊ ഇത് സത്യത്തിൽ പറയുകയാണെങ്കിൽ എനിക്ക് മനസ്സിൽ തോന്നാറുള്ള ചില കാര്യങ്ങളുണ്ട് ബ്രിട്ടാസ്. നമ്മള് വലിയ അതൊക്കെ പറയാമോ എന്ന് എനിക്കറിയില്ല. നമ്മൾ ഈ പേപ്പറിലൊക്കെ വായിക്കുന്നുണ്ട്, വലിയ ഇഷ്ടംപോലെ പൈസയുള്ള ആൾക്കാരുടെ ചില കല്യാണങ്ങൾ വളരെ ആർഭാടമായിട്ട് നടത്തുന്നതിന്റെ ചില ന്യൂസുകൾ കാണുമ്പോൾ അവരെന്നിട്ട് എത്രയോ കോടി ചെലവാക്കുന്ന പ്രോഗ്രാമിൽ എത്രയോ ലക്ഷമൊക്കെ മറ്റേ രോഗികൾക്ക് കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട്. അപ്പം ഞാൻ വിചാരിക്കാറുണ്ട് ഇവരുടെ അവരെ പറ്റിയിട്ടുള്ളൊരു അഭിപ്രായം കൂടണമെങ്കിൽ നേരെ തിരിച്ചായിരുന്നെങ്കിൽ അവർ വളരെ ചെറുതായിട്ട് കല്യാണം നടത്തുകയും അത്രയും വലിയ എമൗണ്ട് മറ്റേ രോഗികൾക്കൊക്കെ വേണ്ടി കൊടുത്തിരുന്നെങ്കിൽ എത്ര നന്നാവുമായിരുന്നു. പൈസ ഇല്ലാത്തവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് പൈസ ഉള്ളവർ ഇതോട്ട് ചെയ്യുന്നത് കാണുന്നുമില്ല എന്നുള്ളൊരു സങ്കടം എനിക്ക് തോന്നാറുണ്ട്. അതൊരു ശരിയായിട്ടുള്ള രണ്ടുപേരും കൂടെ എടുത്ത തീരുമാനമല്ല, സത്യത്തിലും അല്ല. ശരിക്കും പറയുകയാണെങ്കിൽ മോളുടെയും മരുമകന്റെയും തീരുമാനം, അവരുടെ തീരുമാനമാണ്. അത് അവരെ നമ്മൾ എന്തായാലും അഭിനന്ദിക്കണം. എന്താ കാരണം എന്ന് വെച്ചാൽ പുതിയ തലമുറയിലും ആൾക്കാർ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നുള്ളത് ചെറിയ കാര്യമല്ല. അപ്പൊ മോളിങ്ങനെ നമ്മൾ രണ്ടാളടുത്തും ചോദിച്ചു, ഇങ്ങനെ രണ്ടുപേരും നിങ്ങൾക്കൊരു അഭിപ്രായമുണ്ട് ഇങ്ങനെ ഒരു പേഷ്യന്റ് അവര് പരിചയപ്പെട്ട ഒരു സ്ത്രീക്ക് ക്യാൻസർ ഉണ്ട്. അപ്പൊ അവർക്കുള്ള സഹായം കൊടുത്താൽ കൊള്ളാമെന്നുണ്ട്. നമ്മൾ അടിച്ചു പൊളിച്ച് കല്യാണം നടത്തി അവർക്ക് സഹായിക്കാൻ പറ്റില്ല. നമുക്ക് അത്രയുള്ള ലെവലേ നമുക്കുള്ളൂ. കല്യാണം നടത്താനും അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അത്രയുടെ ഭയങ്കര കല്യാണം അല്ലെങ്കിലേ പ്ലാൻ ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ പോലും നടത്തണമെങ്കിൽ ഇവർക്ക് സഹായം ചെയ്ത് കഴിഞ്ഞാൽ പറ്റില്ല. അപ്പൊ ഞാനിങ്ങനെ ലിസ്റ്റൊക്കെ ഇട്ട് വന്നപ്പോൾ കല്യാണത്തിന് വിളിക്കാൻ അച്ഛൻ, അവള് ആദ്യം തന്നെ നോക്കിയിട്ട് അച്ഛൻ ഇതൊക്കെ ലിസ്റ്റ് ഇടുന്ന പ്ലാൻ ആണെങ്കിൽ, ഇത്രയുമുള്ള ലിസ്റ്റ് ആണെങ്കിൽ നമുക്ക് ആ സഹായം അവിടെ മാറ്റി വയ്ക്കാം, ഏതെങ്കിലും ഒന്നേ നടക്കുള്ളൂ. അങ്ങനെ അത് വളരെ പ്ലാൻ ചെയ്ത് അങ്ങനെയാണ് ഗംഗാരൻ ഡോക്ടർ
അദ്ദേഹത്തിന്റെ ഒരു പേഷ്യൻ്റ് ആയിരുന്നു. അങ്ങനെയാണ് ഡോക്ടറെ ഞങ്ങൾ ആദ്യമായിട്ട് വിളിക്കുന്നത്. ഡോക്ടർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഡോക്ടറെ എന്താണെന്നല്ല, ഡോക്ടറുടെ മറ്റേ സൺഡേ ഒക്കെ പേപ്പറിൽ വരുന്ന ആ ലേഖനം സ്നേഹഗംഗയൊക്കെ വായിച്ചിങ്ങനെ ഡോക്ടറെ കാണണം എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു സമയമായിരുന്നു അത്. അങ്ങനെ ഡോക്ടറായിട്ട് ഇപ്പോൾ വളരെ ക്ലോസ് ആയി. എന്തായാലും ഞങ്ങളുടെ മോളെ കല്യാണം ഡോക്ടറായിരുന്നു അന്ന് അറ്റൻഡ് ചെയ്തതിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വ്യക്തി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഡോക്ടർ വന്നിരുന്നു, പാലക്കാട് കല്യാണത്തിന് വന്നിരുന്നു. കൃഷ്ണേന്ദ്രൻ, അപ്പം നമ്മുടെ ഫാമിലി ചിത്രം ഏറെക്കുറെ നമുക്ക് പൂർത്തിയായി. പക്ഷെ അതിനിടയിൽ ഒരു 2 പേര് നമ്മുടെ കൂടെ ഈ ഒരു മേഖലയെ കുറിച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞ് തിക്കി തിരക്കുന്നുണ്ട്. അവരെ കൂടി നമുക്കൊന്ന് കൊണ്ടുവന്നിട്ട് നമുക്ക് അടുത്തേക്ക് പോകാം. നല്ല കപ്പിള്, നല്ലൊരു മകള്, അതൊക്കെയാണ് ജീവിതത്തിൽ ആവശ്യം. സിനിമ അല്ലല്ലോ ജീവിതം, രണ്ടും രണ്ടാണ്. അത് അവർ വളരെ അന്തസ്സായിട്ട് ജീവിക്കുന്നു. ഇപ്പോഴും പഴയ സ്നേഹം എന്നോടൊന്നല്ല എല്ലാവരോടും കാത്തു സൂക്ഷിക്കുന്നു. എപ്പോഴും ചിരിച്ചുകൊണ്ടുള്ള അവരുടെ 2 പേരുടെയും ആ ഒരു അപ്രോച്ച് ഞാൻ വല്ലപ്പോഴും വിളിക്കാറുണ്ട്, തിരിച്ചും വിളിക്കാറുണ്ട്. വിളിക്കുമ്പോഴേ വനിത ചേട്ടാ എന്തുണ്ട് വിശേഷം, ആ തമിഴ് കലർന്ന മലയാളത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. കൃഷ്ണേന്ദ്രനാണെങ്കിൽ പറയേണ്ട, എൻ്റെ ഫോണിൻ്റെ അവിടെ ഒരു പേരെഴുതി വെച്ചിട്ടുണ്ട്, അപ്പോഴേ വിളിക്കാണ്. എന്തുണ്ട് ചേട്ടാ വിശേഷം, എന്ത് കാര്യം പറഞ്ഞാലും വളരെ സൗമ്യതയോടെയും സ്നേഹത്തോടെയും പെരുമാറുന്നു. എനിക്ക് വളരെ സന്തോഷമുണ്ട്. സിനിമയിൽ ഇങ്ങനെ 30 വർഷം പിന്നിടുന്ന അവർക്കെൻ്റെ എല്ലാ ആശംസകളും ഉണ്ട്, എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും. പ്രേംപ്രകാശിന് വേണ്ടി ഒരു പാട്ട് പാടി കൊടുക്കണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പാട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യം പാടിയ സിനിമാ പാട്ടാവാം. ആയിക്കോട്ടെ. A.T. ഉമ്മർ എന്നുള്ള സംഗീത സംവിധായകന് വേണ്ടിയിട്ട് വെള്ളിച്ചില്ലും വിതറി എന്ന് പറഞ്ഞ ആദ്യത്തെ ഗാനം എൻ്റെ 82 കൃഷ്ണേന്ദ്രന്റെ പേരിൽ ഇപ്പോഴും താങ്കലേബിൾ എഴുതി വെച്ച ഒരു പാട്ടാണ്. വെള്ളിച്ചില്ലും വിതറി തുള്ളി തുള്ളി ഒഴുകും പൊരിനുര ചിതറും കാട്ടരുവി പറയാമോ നീ എങ്ങാണ് സംഗമം, എങ്ങാണ് സംഗമം. വെള്ളിച്ചില്ലും വിതറി തുള്ളി തുള്ളി ഒഴുകും പൊരിനുര ചിതറും കാട്ടരുവി പറയാമോ നീ എങ്ങാണ് സംഗമം, എങ്ങാണ് സംഗമം. നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് ഈ പാട്ട് വലിയ ഹിറ്റാണ്. പഠിക്കുന്ന സമയത്തോ? പഠിക്കുന്ന സമയത്ത് അത്ര ഞാൻ അത്ര ചെറുപ്പമാണെന്ന് പറയാൻ പറ്റില്ല. ഇത് 82-ലാ. 82-ലൊക്കെ ഞാൻ പഠിക്കുകയാണ്. കൃഷ്ണേന്ദ്രൻ സ്കൂളിലാണോ കോളേജിലാണോ? കോളേജിലേക്ക് ഇങ്ങോട്ട് കാലെടുത്ത് വെച്ചിട്ടേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഞാൻ വളരെ ചെറുപ്പമല്ലേ. അതെ നിത്യ യൗവനം. ഇവിടെ വന്ന ആൾക്കാരെല്ലാം അടിവരയിട്ടൊരു കാര്യം, ഒരാളും കൊണ്ട് നമുക്ക് ചേർത്തിട്ട് നമുക്ക് മുഴുവിക്കാം. മലയാള സിനിമയിൽ ചെറുപ്പക്കാരിയും കുലീനത്വവും വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു അമ്മയെ വേണമെങ്കിൽ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ യുവനായകന്മാർക്ക് വനിത ചേച്ചിയുടെ മുഖമാണ് സത്യം പറഞ്ഞാൽ മനസ്സിൽ വരുന്നത്. ഞാൻ വനിത ചേച്ചിയായിട്ട് ഒരു പടം വർക്ക് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഒരു വല്ലാത്ത ആത്മബന്ധമുണ്ട് എനിക്കും ലിൻഡയ്ക്കും. എനിക്ക് വനിത ചേച്ചിയോടും കൃഷ്ണേട്ടനോടും ചോദിക്കാനുള്ളൊരു ചോദ്യം, നിങ്ങളെ പുറമേ നിന്ന് 2 പേരെയും കൂടെ ഞാൻ കണ്ടത് വെച്ചിട്ടാണ് പറയുന്നത്. സാധാരണ നമ്മൾ പറയും കല്യാണം കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂഷ്വലി സാധാരണ സംഭവിക്കുന്നത് ഭർത്താവിന് ഒരു സ്വഭാവം, അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് ഭാര്യ, അല്ലെങ്കിൽ ഭാര്യയുടെ നേരെ ഓപ്പോസിറ്റായിട്ട് ഭർത്താവ്, അങ്ങനെ ടോട്ടൽ കോൺട്രഡിക്റ്റ് അല്ലെങ്കിൽ ഓപ്പോസിറ്റായിട്ടുള്ള 2 സ്വഭാവങ്ങൾ സാധാരണ ഒന്നിച്ചേരുന്നതെന്ന് പറയും. പക്ഷെ ഇവിടെ നിങ്ങളെ 2 പേരെയും കാണുമ്പോൾ നിങ്ങൾ 2 പേരും ഒരേ സ്വഭാവമുള്ള 2 വ്യക്തികളായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നത്. പ്രത്യേകിച്ചും എപ്പം നോക്കിയാലും വളരെ ചിരിച്ച് പ്ലസൻ്റായിട്ട് ഇരിക്കുന്ന 2 മുഖങ്ങൾ. എൻ്റെ ചോദ്യം ഇതാണ്, ഇത് സത്യത്തിൽ ഇത് റിയലാണോ, നിങ്ങളുടെ റിയൽ ഇതാണോ, അതെയോ നിങ്ങളിങ്ങനെ പ്ലാൻ ചെയ്ത് ബിഹേവ് ചെയ്യുന്നതാണോ? സത്യത്തിൽ ഇത് റിയലാണോ അതെയോ അഭിനയമാണോ? അതെ, ചിരി എന്നുള്ളത് ഒരിക്കലും. അതുകൊണ്ടാണോ നിങ്ങൾ പറഞ്ഞ ഈ സിനിമ അഭിനയ ലോകത്തുനിന്ന് ഒരിക്കലും വിരമിക്കില്ല എന്ന് പറയുന്നതിന് കാരണം?
കൃഷ്ണേന്ദ്രൻ. അല്ല, ജിത്തു ജോസഫ് ചോദിച്ചുള്ള ചോദ്യം ജിത്തു ജോസഫിന്റെ സിനിമയിൽ അഭിനയിച്ച മെമ്മറീസിലെ അമ്മയോടാണ്, എന്നോടല്ലാന്ന് വിചാരിക്കുന്നത്. പേരോടും കൂടിയിട്ടാണ് ചോദിച്ചത്. വനിത എന്തായാലും വളരെ പ്ലസന്റ് ആണ്. നിങ്ങൾ ഇങ്ങനെ തന്നെയാണോ? എന്താ ഇപ്പോ ചിരിയാണല്ലോ കുറവായിട്ട് ലോകത്ത് കാണുന്നത്. അപ്പൊ ഞങ്ങളെങ്കിലും ഇപ്പൊ പറഞ്ഞ 1-2 പേര് അതല്ലേ പറയും, എപ്പോഴും ചിരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. എപ്പോഴും പോസിറ്റീവായിട്ടേ തിങ്ക് ചെയ്യാനേ ആഗ്രഹിക്കുന്നുള്ളൂ. നെഗറ്റീവായിട്ട് കൂടുതൽ നമ്മൾ അതൊക്കെ തലയിലേക്ക് കയറ്റി എല്ലാവരുടെ ജീവിതത്തിലും പ്രശ്നം വരും. പക്ഷെ അതൊക്കെ പുറമേ ഉള്ളവർക്ക് കാണിച്ച് അത് തലയിലേക്ക് കയറ്റി അതിനടത്തെ കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നില്ല. പോസിറ്റീവായിട്ട് അതിന്റെ അപ്പുറത്ത് ഇറങ്ങി എന്താ അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യണം, അപ്പൊ അങ്ങനെയാണ്. അതുകൊണ്ട് ഇത് അഭിനയം ഒന്നുമല്ല. എനിക്ക് ഈ ചിരി വലിയൊരു പാര ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു പ്രാവശ്യം. അല്ല, അത് വനിതയോട് ഞങ്ങൾ തമ്മിൽ ഒരുമിച്ചുള്ള ചിരിയല്ല ഞാൻ പറഞ്ഞു. ചിരി ഇപ്പൊ പറഞ്ഞല്ലോ, ചിരിയാണല്ലോ കുറവ് ഈ ലോകത്തിലെന്ന് പറഞ്ഞ കേട്ട പോയിന്റ് വെച്ച് പറയാം. ഞാനൊരു ടെലിഫിലിം അഭിനയിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് പോയി. അപ്പോൾ ഒരു പാലത്തിന്റെ താഴത്തായിരുന്നു എൻ്റെ ഷൂട്ടിങ്. അപ്പോൾ ക്യാമറമാനും എല്ലാം കൂടി കൈയൊക്കെ പിടിച്ച് നമ്മൾ ഇറങ്ങി താഴത്ത് പോയി ആ ഷോട്ടൊക്കെ എടുത്ത് കഷ്ടപ്പെട്ട് മുകളിലേക്ക് കയറി വരണം. കുറേ ഉയരമുണ്ട്, കുറേ വലിയ മുകളിലാണ്. അപ്പോൾ റോഡാണ്, ഒരു പാലമുണ്ട്. ഈ കഷ്ടപ്പെട്ട് മുകളിലിങ്ങനെ നമ്മൾ വന്ന് കയറിയപ്പോൾ കുറച്ച് സ്കൂൾ പിള്ളേരിങ്ങനെ നടന്നു പോകുന്നു, സ്കൂൾ വിട്ടിട്ട് ഇങ്ങനെ ബാഗൊക്കെ ആയിട്ട് വന്നു. അപ്പം ഞാൻ ആ യൂഷ്വൽ ചിരി, ഞാൻ കൊച്ചു പിള്ളേരല്ലേ എന്ന് ചോദിച്ചാൽ, ഈ ഒരു പയ്യൻ എൻ്റെ മുഖത്ത് എന്താണാ ചിളിക്കുന്നത്? അതോടുകൂടി ഞാൻ വിചാരിച്ചു, എനിക്ക് കൺട്രോൾ പോയി. ഞാൻ എടാ നിന്റെ പ്രായത്തിലൊരു മോനുണ്ടടാ, മോനുണ്ടാക്കാം, എനിക്ക് വേണമെങ്കിൽ അത്ര. ഞാൻ ഒരു 10-12 കൊല്ലം മുമ്പത്തെ കാര്യം പറയുന്നത്. എനിക്ക് വേണമെങ്കിൽ വിചാരിച്ചിരുന്നെങ്കിൽ നിന്റെ പ്രായത്തിലൊരു മകനുണ്ടാകും, നീ എന്താടാ ചിളിക്കുന്നത്, പിന്നെ ഞാനിവിടെ ഇങ്ങനെ ദുർമുഖം വെച്ചോണ്ടിരിക്കണോടാ എന്ന് ചോദിച്ചു. ഞാൻ ചൂടായി. പക്ഷെ ഞാൻ ആലോചിക്കായിരുന്നു, ഇപ്പൊ ചിരിച്ചാലും പ്രശ്നമാണ്, കാരണം അതിന് വട്ടാണോ അല്ലെങ്കിൽ നമ്മളത് വളരെ പോസിറ്റീവാണെന്ന് ചോദിച്ചിട്ടാണ് ചിരിച്ചത്. നീ വെറുതെ ഒരാളെ നോക്കി അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ എന്താ വേറൊരു വാക്ക് പറയില്ല, എന്താണ് തണ്ടെന്നുള്ളതിന് എപ്പോഴും ധാർഷ്ട്യം, അതാണെന്ന് വിചാരിക്കും. ചിരിച്ചോണ്ടിരിക്കുക എന്നുള്ളതായിരുന്നു. അത് നമ്മൾ ഈ കല്യാണം കഴിഞ്ഞിട്ട് റിസപ്ഷനിലേക്ക് നിൽക്കുന്ന ഒരു രൂപം. കല്യാണം കഴിഞ്ഞിട്ട് ഈ ചിരി മാഞ്ഞില്ലെന്നുള്ളതാണ് ചില ആൾക്കാർ അത് എന്തുകൊണ്ട് മാഞ്ഞില്ല ഈ ചോദ്യങ്ങൾ മുഴുവൻ അവിടെയാണ് കിടക്കുക. 30 വർഷമായി കല്യാണം കഴിഞ്ഞ്. അതാണ് ഒരു 30 വർഷത്തിന്റെ കാര്യം. സിനിമാ ഫീൽഡിൽ വന്നത് 38 കൊല്ലമായി. കല്യാണം കഴിഞ്ഞിട്ടാണ് പ്രകാശ് ആ 30 പറയും. യഥാർത്ഥ സിനിമ നിങ്ങളുടെ 30-ാണെന്ന് എന്തോ ഭാഗ്യത്തിന് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. വീട്ടിൽ ചെറിയ ചെറിയ അടികളൊക്കെ ഉണ്ടാകും കേട്ടോ. അതൊക്കെ വനിത ഇനിയുള്ള സത്യം പറയണം. വനിത സത്യം പറഞ്ഞ കൂട്ടത്തിലാണെന്ന് എന്നോട് ഒരാൾ പറഞ്ഞു. ഈ കൃഷ്ണേന്ദ്രന്റെ ഏറ്റവും മോശപ്പെട്ട സ്വഭാവം ഏതാണ്? പൊട്ട സ്വഭാവം. അല്ല, കൃഷ്ണേന്ദ്രൻ എന്താന്ന് വെച്ചാൽ ഇപ്പോ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും പെർഫെക്ഷൻ ഇല്ലെങ്കിൽ ദേഷ്യം വരും. ഒരു മ്യൂസിക് സ്ഥലത്തും കൂടി ഒരു സ്റ്റേജ് ഷോന് മ്യൂസിക്കിന്റെ സ്ഥലം വിടൂ, നീ വീട്ടിന്റെ കാര്യത്തിൽ എല്ലാത്തിനും അങ്ങനെയാണല്ലോ. എല്ലാ കാര്യത്തിനും ഇങ്ങനെ പെർഫെക്ഷൻ വിചാരിക്കുന്ന പോലെ നടക്കണം. അല്ല, പെർഫെക്റ്റ് ആയിരിക്കണം. എന്തെങ്കിലും ഒന്ന് ഉഴപ്പി കഴിഞ്ഞാൽ ഇഷ്ടം. ഒരു പേപ്പർ മടക്കി വെക്കുന്ന കാര്യത്തിൽ ഇതൊക്കെ പറയാറുണ്ട്. പേപ്പറിനോടാണ് അങ്ങനെയല്ല, അങ്ങനെ ചെറിയ ചെറിയ കാര്യത്തിലൊക്കെ അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഞാൻ എപ്പോഴും പ്രശ്നം ഉണ്ടാകും. ഒരു കൃത്യനിഷ്ഠ, ഒരു കർശന. എനിക്ക് തോന്നുന്നു അവരുടെ അച്ഛനും അമ്മയുടെയും കിട്ടിയതായിരിക്കണം. വനിതയുടെ മോശപ്പെട്ട സ്വഭാവം എന്താന്ന് ഞാൻ കൃഷ്ണേന്ദ്രനോട് ചോദിക്കണോ? വനിത ചൂടായി കഴിഞ്ഞാൽ വളരെ ബോറാണ്. അപ്പൊ ചൂടല്ലെങ്കിൽ ബോറല്ലെന്നാണ് പറഞ്ഞത്. ചൂടല്ലെങ്കിൽ വലിയ പ്രശ്നം. ചൂടായാൽ പിന്നെ ഭയങ്കരമായിട്ട് ചൂടാണ്. തമിഴിൽ സംസാരിക്കുമ്പോൾ പെട്ടെന്ന് ഇവളുടെ മോളും കൂടി എന്നെ അവിടെ ഒറ്റയ്ക്കിരുത്തി തമിഴ് സംസാരിച്ചു കളയും. അത് ഭീകരമാണ്. അത് പല രൂപത്തിലും അവന്റെ വിടമാട്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ പിന്നെ അതില് പിന്നെ ഈ ബഹുമാനമുള്ള വാക്കുകൾ യൂസ് ചെയ്യില്ല ചിലപ്പോ. ഡേ എന്നൊക്കെ ആയിരിക്കും. നീ ഇടേ ഇങ്ങോട്ട് പാടേ എന്നടാ പണ്ണേ എന്നൊക്കെ ചോദിച്ചു. ഓ അപ്പം പിന്നെ അല്ല, മോളും ചെന്നൈയിലാണ്. നമ്മൾ ബേസ് ചെന്നൈ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് മോൾക്ക് തമിഴും ഫ്ലുയന്റ് ആയിട്ട് വരും. അപ്പൊ തമിഴോടൊരു പിടുത്തമില്ലേ? എനിക്കുണ്ട്. തമിഴിലെ പിടുത്തം ഉള്ളതുകൊണ്ടാണല്ലോ തമിഴ് മനസ്സിലാകുന്നത്. തമിഴ് പിടുത്തം നടന്നത്. തമിഴോട് എനിക്കെന്താ പറയാ, തമിഴ് ഞാൻ ചിറ്റൂർ കോളേജിൽ പഠിക്കുന്നത് നെയ്യാറ്റിങ്കര മോഹനേന്ദ്ര സാർ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നമ്മൾക്ക് ഈ പാട്ടുകൾ സാമ്പമൂർത്തിയുടെയൊക്കെ മറ്റേ മ്യൂസിക്കിന്റെ ഗ്രന്ഥങ്ങളുണ്ട്. അത് പലതും തമിഴിലായിരുന്നു ആ സമയത്ത്. അപ്പൊ തമിഴ് പഠിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ തമിഴ് എഴുതാനും വായിക്കാനും എനിക്ക് അറിയായിരുന്നു. അത് കാരണം എനിക്ക് ആദ്യത്തെ തമിഴ് പാട്ടൊക്കെ പാടിയപ്പോൾ എനിക്ക് വലിയ ഉപകാരം കിട്ടിയത് ഈ തമിഴിന്റെ പ്രൊനൗൺസിയേഷനൊക്കെ വേണ്ടിയിട്ട്. തമിഴിനോട് ഇഷ്ടം ഉണ്ടായിരുന്നു എനിക്ക്. നമ്മള് മലയാളിയാണെങ്കിൽ എനിക്ക് തമിഴിനോടൊരു തമിഴ് ഒരുപക്ഷെ ഒരു കലാകാരന് എപ്പോഴും വേണ്ട ഒരു ഭാഷയാണ്. അല്ല, നമ്മൾ മലയാള സിനിമയിലൊക്കെ നമ്മളിങ്ങനെ ഡേ പാണ്ടി എന്നൊക്കെ പറയും. എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ലായിരുന്നു. എനിക്ക് തമിഴ് എന്നുള്ള വലിയൊരു ഭാഷയാണ്. എത്രയോ ഉറപ്പായിട്ടും വളരെ